മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ലക്ഷ്യമിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം കോടതിയിൽ തകർന്നടിയുന്നതാണ് കേരളം കുറേ നാളുകളായി കാണുന്നത്. അതിലൊടുവിലത്തേതാണ് CMRL കേസിൽ മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. കോടതിയെ രാഷ്ട്രീയ പോരാട്ടത്തിന് വലിച്ചിഴക്കരുതെന്ന കടുത്ത വിമർശനവും സുപ്രീം കോടതിയിൽ നിന്ന് കുഴൽനാടന് കേൾക്കേണ്ടി വന്നു. കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിന് വിമർശനം എന്ന വാർത്ത VD സതീശനെയും മാത്യു കുഴൽനാടനെയും സംബന്ധിച്ച് പുതിയതല്ല. ഏറ്റവും ഒടുവിലത്തേതാണ് CMRL കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് മാത്യു കുഴൽനാടൻ കേട്ടത്. ആദ്യം തിരുവനന്തപുരം, മൂവാറ്റുപുഴ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി ആവശ്യവുമായി സുപ്രീം കോടതിയിലെത്തി തിരിച്ചടി ചോദിച്ചു വാങ്ങുകയായിരുന്നു കുഴൽനാടൻ. കോടതിയെ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയാക്കരുതെന്ന് സുപ്രീം കോടതി കുഴൽനാടന് ശക്തമായ താക്കീതും നൽകി. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് 2024 മെയ് 26 തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയ പരാമർശം ഇങ്ങനെയാണ്: ആരോപണം സാധൂകരിക്കുന്ന ഒരു കഷ്ണം കടലാസു പോലുമില്ല. അക്കാര്യം തന്നെ ഹൈക്കോടതിയും വിധിന്യായത്തിൽ ആവർത്തിച്ചു. കുഴൽനാടൻ സമർപ്പിച്ച 28 രേഖകൾ മുഴുവൻ പരിശോധിച്ചിട്ടും ആരോപണം സാധൂകരിക്കുന്ന ഒരു കഷ്ണം കടലാസു പോലുമില്ലെന്നാണ് കോടതി അന്ന് പറഞ്ഞത്. കുഴൽനാടൻ്റെ കൈവശം തെളിവുകളില്ല, ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കോടതിക്കെന്ന് പറയേണ്ടി വന്നു. CMRL കേസ് മാത്രമല്ല, സമീപകാലത്ത് മാത്യു കുഴൽനാടൻ നടത്തിയ പല നിയമപോരാട്ടങ്ങളുടെയും അന്തിമഫലം ഇതുതന്നെയാണ്. അതിലൊന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കത്തിനെതിരെ നടത്തിയ നീക്കങ്ങൾ. പ്രളയത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടിയെ ആരോപണങ്ങളുടെ പുകമറയിൽ നിർത്തി എതിർക്കുകയായിരുന്നു കുഴൽനാടനും കൂട്ടരും. ആ കേസിനും വിജിലൻസ് കോടതിയിൽ നിന്നു മാത്രമല്ല, ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചു കനത്ത പ്രഹരം. കൂടാതെ സ്പ്രിംഗ്ലർ, AI ക്യാമറ, ഫോൺ തുടങ്ങി പ്രതിപക്ഷം സർക്കാരിനെതിരെ നടത്തിയ പല നിയമപോരാട്ടങ്ങളുടെയും മുന്നണി പോരാളിയായിരുന്നു അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴൽനാടൻ. ഇതിലൊന്നാണ് പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി താൽപ്പര്യമാണെന്ന് ഹൈക്കോടതി വിമർശിച്ചത്. മാത്യു കുഴൽനാടനെ ശല്യക്കാരനായ വ്യവഹാരിയായി പ്രഖ്യാപിക്കണമെന്ന് CPIM നേതാക്കൾ പലതവണ ആവശ്യപ്പെടുന്നതും കണ്ടു. രാഷ്ട്രീയ ആരോപണങ്ങൾ തിരിഞ്ഞുകൊത്തുന്ന നിയമപോരാട്ടത്തിൽ നിരന്തരം തോൽക്കുന്ന വ്യവഹാരി എന്ന വിമർശനമാണ് ഇപ്പോൾ കുഴൽനാടന് കേൾക്കേണ്ടി വരുന്നത്. സാലി മുഹമ്മദ്, കൊച്ചി.